അങ്ങനെ ഈ ആഴ്ചയിൽ 9 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ആരായിരിക്കും പുറത്തു പോകാൻ പോകുന്നത്? മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമോ? മിഡ് വീക്ക് എവിക്ഷൻ ഒരു ഭയങ്കരമായ ചാൻസസ് കാണുന്നുണ്ട്. കാരണം ഇനി ഞാൻ പറഞ്ഞതുപോലെ 6 ആഴ്ചയേ ഉള്ളൂ. അതിനകത്ത് ഏതാണ്ട് ഒരു 10 പേരോളം ഈ 6 ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് കളയണം. അപ്പോൾ അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു സംഭവമുണ്ട്. മിഡ് വീക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വേഗം വോട്ടുകളൊക്കെ പോയി കൊടുക്കാം. മിഡ് വീക്കൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും വരാം. ഇന്ന് അരുണും ദീപക്കും കൂടെ ആയിട്ട് ഒരു മുട്ടൻ അടിപൊട്ടി. അതിനകത്ത് എനിക്ക് അരുൺ എന്തൊക്കെയോ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പുറത്ത് പോകണമല്ലോ എന്നുള്ള ഒരു ലെവലിൽ ചെയ്ത പോലെ തോന്നി. പക്ഷേ നോമിനേഷന് മുൻപാണ് അരുൺ ഈ സാധനങ്ങളൊക്കെ ചെയ്തത്. ഇനി നോമിനേഷനിൽ വരുമോ എന്ന് ചിന്തിച്ച് മുൻകൂട്ടി കണ്ടതാണോ എന്നൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും അരുണിൻ്റെ ഒരു പ്ലേ പോലെയാണ് തോന്നിയത്. കാരണം ഒരു ലോജിക്കില്ലാത്ത കാര്യം പിടിച്ച് അതിനെ വളച്ചൊടിച്ചൊരു 100 ഇടത്ത് പരദൂഷണം പറഞ്ഞ് നടക്കുന്ന ഒരു അരുണിനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്. ദെൻ പിന്നീട് രഞ്ജിത്തിൻ്റെ മുട്ട തർഷിക പൊട്ടിച്ചു. ഏതാ മുട്ട? രഞ്ജിത്ത് ക്യാപ്റ്റനായപ്പോൾ ബിഗ് ബോസ് മുട്ട കൊടുത്തു വിട്ടു. ഇത്തവണ കിളിക്കൂട് മുട്ടയൊക്കെയാണ് കൊടുത്തു വിട്ടു. അപ്പോൾ ഓരോ വീക്കും കൊടുത്തു വിടുമല്ലോ. അപ്പോൾ അതിനകത്ത് മുട്ടയിൽ തർഷിക പൊട്ടിച്ചു. രഞ്ജിത്ത് ക്യാപ്റ്റനായിട്ടും വലിയൊരു മാറ്റമൊന്നും വീട്ടിലൊന്നും വന്നിട്ടൊന്നുമില്ല. സാമി, സ്നേഹം, അൻപ് അതൊക്കെ കാണിച്ചുള്ളൊരു വീക്കാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോമിനേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കളിയാക്കുന്ന രീതിയിൽ ഒരു എന്താ പറയുക, പേര് പറയുക എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. അപ്പോൾ അതും കൊള്ളായിരുന്നു. അതിൻ്റെ ഒരു ബാഡ്ജൊക്കെ എല്ലാവർക്കും വെച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് ടാസ്ക് എൻ്റെ പൊന്നെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ അത് ബിഗ് ബോസ് മനഃപൂർവ്വം ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവരിന് സൂഹിക്കേണ്ട, കഷ്ടപ്പെടട്ടെ എന്ന് വെച്ച് മനഃപൂർവ്വം ചെയ്ത പോലെയാണ് എനിക്ക് തോന്നി. ബിഗ് ബോസ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് കളിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 64 ഡിസംബർ 9 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ഡയറക്റ്റ്ലി കാണിക്കുന്നത് മോർണിംഗ് സോങ് ആണ്. അതിനുശേഷം രഞ്ജിത്ത് കിരീടം അണിയുന്നു ക്യാപ്റ്റൻ്റെ. അപ്പോൾ തന്നെ രഞ്ജിത്ത് പറയാണ് ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിവിടെ വലിയ പ്രശ്നമാക്കി മാറ്റുന്നത്. വലിയ കാര്യങ്ങളൊക്കെ നമ്മളോട് വിട്ടു കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഞാനൊരു സ്നേഹമുള്ള ഒരു വഴക്കില്ലാത്തൊരു വീക്കായിട്ട് മാറ്റാനാണ് നോക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ തന്നെ സ്റ്റോർ റൂമിൽ ഒരു കിളിക്കൂടും 3 മുട്ടകളും വരികയാണ്. അപ്പോൾ വീട് ശരിയല്ല, എൻ്റർടൈനിങ് അല്ല, ക്യാപ്റ്റൻ നല്ലതല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ മുട്ട ഒരു മുട്ട ഇതിനെടുത്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ റീസണും പറയുക. പിന്നെ പട്ടി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം പല്ലവിയാണ്. അതിനുശേഷമാണ് രഞ്ജിത്ത് കുക്കിംഗ് ടീം പറയുന്നു. ദീപക്, മഞ്ജരി, റാണവ്, ജെഫ്രി ഇത്രയാണ് പറയുന്നത്. പിന്നീട് ജാക്കിലിൻ്റെ പേരൂടെ പറയുന്നു. ആദ്യം 4 പേരുടെ പേര് പറയുന്നു. അപ്പോൾ ദീപക് പറയാണ് 15 പേര് ഇപ്പോൾ ഹൗസിലുണ്ട്. അപ്പോൾ ഇവർ ഇപ്പം തന്നെ 4 പേരെ കുക്കിംഗ് ടീമിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ടീമിലേക്കും കൂടെ എങ്ങനെ മാനേജ് ആവും? അപ്പോൾ രഞ്ജിത്ത് പറയുന്നത് ഞാനും കൂടി നിൽക്കുക, എല്ലാത്തിലും കൂടി ഞാനും കൂടെ നിൽക്കുക. അപ്പോൾ വേണ്ട, ക്യാപ്റ്റൻ അങ്ങനെ നിൽക്കേണ്ട, ബാക്കിയുള്ളവരെ കൊണ്ട് പണി എടുപ്പിച്ചിട്ട് ക്യാപ്റ്റനൊരു മേൽനോട്ടം വഹിച്ചാൽ മതി. അപ്പോഴത്തേക്കും കുക്കിങ്ങിൽ ഇത്രയും ആൾക്കാർ പോരാ, 5ാമത് ഒരാൾ കൂടി വേണം. ആ ഒരു ടോപ്പിക്കിൽ കുക്കിങ്ങിൽ 4 പേര് ഇപ്പം തന്നെ എങ്ങനെ ഉണ്ടാവും എന്നെല്ലാം ഡിസ്കഷൻസ് ഒരറ്റത്തൊന്ന് തുടങ്ങുവാണ്. അപ്പോൾ അരുൺ പറയുകയാണ് അല്ല, കുക്കിങ്ങിൻ്റെ കേസ് ഇവർ പറയുന്നുണ്ടല്ലോ. ദീപക്കാണ് പറയുന്നത് കുക്കിങ്ങിൻ്റെ കേസ് 4. അപ്പോഴത്തേക്കും 4 പേരുടെ കേസ് പറയുമ്പോൾ കാരണം 4 ടീമുണ്ടല്ലോ, കുക്കിങ്, വെസൽ, ഹൗസ് ക്ലീനിങ്, ബാത്റൂം. അപ്പോൾ മൊത്തം 15 പേരെ ഉള്ളൂ വീട്ടിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരുൺ ചാടിയിട്ട് പറയുകയാണ് ഇപ്പോൾ കുക്കിങ്ങിനോട് ഇപ്പോൾ ആൾ കുറഞ്ഞല്ലോ, 17 ഉണ്ടായിരുന്നത് 15 ആയി. അതുകൊണ്ട് കുക്കിങ്ങിൽ ആൾ കുറയ്ക്കേ. ഹൗസ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൗസ് നമ്മുടെ വീട് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുവാണ്, വീടിന് ഒരു കുറവുമില്ല. അപ്പോൾ ഹൗസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ, ഹൗസ് ക്ലീനിങ്ങിൽ നിന്ന് കൂടെ 1-2 പേരെ അങ്ങോട്ട് തട്ടാനൊന്നും ഇരിക്കേണ്ട. ഹൗസ് ക്ലീനിങ് 4 ആണെങ്കിൽ ഹൗസ് ക്ലീനിങ്ങിന് കംപ്ലീറ്റ് ആൾക്കാരെ തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ മുത്ത് പറയാണ് ഇതെന്ത് ന്യായമാണ് ഈ അരുൺ പറയുന്നത്? 17 പേരിൽ ഇപ്പോൾ 15 ആയി, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് 2 പാത്രം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിൽ ഇപ്പോൾ 4 പേര് വർക്ക് ചെയ്യാൻ നിൽക്കുന്നിടത്ത് 3 പേര് നിന്നാൽ മതിയാ? അത് പറ്റത്തില്ല. 2 പേരാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ അല്ലല്ലോ ആഹാരം ഉണ്ടാക്കുന്നത്, 2 പേർക്കുള്ള കുറച്ച് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദീപക് പറയാണ് ഫുഡിന് ആൾ പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നത് പോലെ ഉണ്ടാവണം. അപ്പോൾ ജാക്കലിൻ പറയാണ് ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഈ പറയുന്ന പോലെ കുക്കിങ്ങിൻ്റെ ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, ബാക്കിയുള്ള ജോലികൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ഇപ്പം തന്നെ ക്ലീനിങ് 1-2 ദിവസം, ഒരു ദിവസം ക്ലീനിങ് ചെയ്യാൻ ആളില്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടടുത്ത ദിവസം ചെയ്തു കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്നും വരാനില്ല. അതുപോലെ അല്ല കുക്കിംഗ്. നമുക്ക് ആഹാരം വേണം, അതിനവിടെ അറിയാവുന്ന ആൾക്കാർ വേണം. കുക്കിംഗ് നോക്കണം, അവരെ കട്ടിങ് ചെയ്യണം, പറക്കണം, എല്ലാം ചെയ്യണം. പിന്നെ ടാസ്ക് ഉണ്ടെങ്കിൽ അത് കളിക്കാൻ പോകണം, അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും ചെയ്യുന്ന റിസ്ക് ആണ്. അപ്പം റാണവ് എന്തോ പറയാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പം അരുൺ അവിടെ നിന്നിട്ട് ക്യാപ്റ്റൻ റാണവിന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ സൗന്ദര്യ പറയാണ് റാണവിന് പറയാനുണ്ടെങ്കിൽ റാണവ് പറയട്ടെ, അരുൺ എന്തിനാണ് വാക്ക് വിളിക്കുക, തലയിൽ നിന്ന് മൂളയില്ലേ, മണ്ടയില്ലേ, അങ്ങനെ എന്തോ സൗന്ദര്യ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അരുൺ എൻ്റെ വിഷയത്തിൽ കയറി നീ ഇടപെടാൻ വരേണ്ട സൗന്ദര്യ, നീ ഇതിൻ്റെ ഇടയിൽ കയറി ഇടപെടാൻ വരേണ്ട, നീ അവിടെ മിണ്ടാതിരിക്കുക എന്ന് സൗന്ദര്യം എടുത്ത് പറയുന്നുണ്ട്.
അപ്പോൾ റാണോ പറയാണ് ലിവിംഗ് റൂം ഇവിടെ നമ്മൾ വന്ന് എല്ലാ ദിവസവും ഇരിക്കുന്നതാണ്, അപ്പം ഡെയിലി 2 തവണ ലിവിംഗ് റൂം ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഇവിടുത്തെ പരിപാടീസ് ഒന്നും നടക്കൂല, ഹൗസ് ക്ലീൻ. അപ്പോൾ ജെഫ്രി പറയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല 2 തവണ ക്ലീൻ ചെയ്യാൻ, അപ്പം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമാണ്, ഞാൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ 2 തവണയൊന്നും ഒരു ദിവസം ക്ലീൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല, ഒരൊറ്റ തവണയെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സൗന്ദര്യ അല്ല, ഇവരൊരു കാര്യം പറയുന്നു, ഇവർക്ക് കുക്കിങ്ങിന് കേസ് അറിയത്തില്ല, അതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരുൺ പറയാണ് കുക്കിംഗ് ഭയങ്കര സീൻ, മറ്റത് മറിച്ചെന്നൊക്കെ പറയുന്നു, ഇവിടുത്തെ ഹൗസ് ക്ലീനിങ്ങും ടോയ്ലറ്റ് ക്ലീനിങ്ങിനൊന്നും യാതൊരുവിധ വിലയില്ലേ. റാണവ് പറഞ്ഞ പോയിന്റ് വാലിഡ് ആണ്. നമ്മൾ വന്നിരിക്കുന്ന ഈ ലിവിംഗ് റൂമിൽ ഭയങ്കര പൊടിയും ഇതും ചപ്പും ചവറൊക്കെ കാണും, അപ്പോൾ അതൊക്കെ ഡെയിലി 2 തവണ ക്ലിയർ വൃത്തിയാക്കണം. പിന്നെ അത് ഞാൻ പറഞ്ഞപ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്ത് പറയുകയാണ് ഇവിടെ പലരും എന്നിങ്ങനെ പറയണം. അപ്പോൾ സൗന്ദര്യ പറയണത് വെസലാണ് ഇവിടെ എല്ലാത്തിലും നമ്മൾ വൃത്തിയായി, വെസലിലും അവിടെ ആൾക്കാരെല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ ദീപക് പറയാണ് കിച്ചണിൽ നിൽക്കുന്നത് കുക്കിംഗ് ടീം എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്, ബാക്കിയുള്ളത് സ്കില്ലല്ല, ബാക്കിയുള്ളത് ലേബർ വർക്കാണ് എന്ന് പറയാണ്. അപ്പം പിന്നെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ക്യാപ്റ്റനാണ് എൻ്റെ ഫൈനൽ തീരുമാനം എടുക്കാനുള്ളത് എന്ന് ദീപക് പറയണം. അതായത് രഞ്ജിത്ത് ഈ മുണുങ്ങസ്യ പഴം കണക്ക് നിൽക്കുമ്പോൾ ദീപക് പറയാണ് ക്യാപ്റ്റനാണ് തീരുമാനം എടുക്കാനുള്ളത്, ബാക്കിയുള്ളവർ എന്തൊക്കെയോ കിടന്ന് അലയ്ക്കുന്നു എന്നുള്ള ലെവലിൽ പറഞ്ഞു. അപ്പോൾ അരുൺ പറയാണ് എന്തുകൊണ്ട് ആ വേർഡ് യൂസ് ചെയ്തു, കിച്ചൺ സ്കില്ലാണ് ബാക്കിയുള്ളത് ലേബർ ആണെന്ന് എന്തുകൊണ്ട് ഈ വേർഡ് യൂസ് ചെയ്തു. അപ്പോൾ മുത്ത് പറയാണ് അപ്പം കിച്ചൺ എല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് അരുൺ പറയുമ്പോഴത്തേക്ക് മുത്ത് പറഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ ആഹാരം കഴിച്ചിരിക്കും അടിപൊളി കേട്ടാ, ഇന്നത്തെ ആഹാരം അടിപൊളി എന്ന് പറയുന്നത് അവിടെ സ്കില്ലുള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് എന്ന് മുത്ത് പറയുന്നു. അപ്പോൾ അരുൺ പറയാണ് ഫുഡ് അത്യാവശ്യമാണ്, അല്ലെന്ന് പറയുന്നില്ല, അപ്പോൾ ഫുഡ് മാത്രം അത്യാവശ്യം, ബാക്കിയുള്ള ടോയ്ലറ്റും അതൊക്കെ എങ്ങനെയാണ് ലേബർ വർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ദീപക് എന്താണ് നീ ലേബർ വർക്കും ഈ പറയുന്ന സ്കിൽ വർക്കും അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പം നിങ്ങൾ പറ, നിങ്ങൾക്കല്ലേ അറിയുന്നുള്ള, നീ പറ, നിനക്കല്ലേ അറിയുന്നുള്ള എന്ന് ചോദിച്ചാൽ ദീപക്കും അരുണും കൂടി നല്ല വഴക്കമാണ്. ഞാൻ ഈ പറയും പോലെയല്ല, നല്ല പോലെ സൗണ്ട് റൈസ് ചെയ്യാണ്. അപ്പോൾ ജാക്കലിൻ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിഞ്ഞുകൂടാ എങ്കിൽ അത് നമുക്ക് പഠിച്ചിട്ട് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്യാൻ അറിയില്ല, വീട് ക്ലീൻ ചെയ്യാൻ അറിയില്ല, പെട്ടെന്ന് പഠിക്കാം, അത് ചെയ്യാം. അതുപോലെ അല്ല സ്കില്ല് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നാൽ അത് സ്കില്ല് വേണം, എക്സ്പീരിയൻസ് വേണം, ആ സാധനം പറയുകയാണ് ജാക്ലിൻ. അപ്പോൾ അൻഷിത പറഞ്ഞു എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കും, ക്യാപ്റ്റൻ പറയട്ടെ. അപ്പോൾ അത് അരുൺ പറയാണ് എത്രമാത്രം കിച്ചൺ അത്യാവശ്യമാണോ അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ സാധനവും അത്യാവശ്യമാണ്. അപ്പോൾ ദീപക് പറയുന്നത് നിന്റെ തോട്ട് പ്രോസസ്സ് നീ ആദ്യം മാറ്റും അരുൺ, നിന്റെ തോട്ട് പ്രോസസ്സ് മാറ്റ്. അപ്പോൾ അരുൺ നിങ്ങളുടെ വേർഡ് പ്രോസസ്സ് മാറ്റ് സാർ, ആദ്യം നിങ്ങളുടെ വേർഡ് പ്രോസസ്സ് മാറ്റ് എന്നിങ്ങനെ പറയുന്നു. അപ്പം ഇവർ തമ്മിൽ അടി കൂടുന്നുണ്ട്, സൗന്ദര്യ കൈകൊട്ട് ചിരിക്കുന്നു, ജാക്കിലിനോട്ട് ചിരിക്കുന്നു, എല്ലാവരും പിന്നീട് കോമഡിയൊക്കെ പറഞ്ഞാൽ അതങ്ങ് കഴിയുന്നു. ഇതാണ് മെയിൻ അടി, ഇത്രയും സാധനങ്ങളാണ് നടക്കുന്നത്. ഈ സാധനത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആരും ആവശ്യമില്ലാതെ തട്ടിക്കാരാണ്. കാരണം കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് കുക്കിംഗ് ചെയ്യാൻ പേഴ്സണലി അറിയില്ല, അപ്പം അത് ഞാൻ പഠിച്ചിട്ട് ചെയ്യുന്നതും അത് ചെയ്ത് കുറേ നാൾ വന്നിട്ട് അതിനെ വീണ്ടും ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ ആവത്തില്ല പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നത്. അതേസമയം എനിക്കിപ്പോൾ ടോയ്ലറ്റ് ക്ലീനിങ് ഞാൻ ചെയ്യില്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനിങ് എനിക്കിപ്പോൾ പഠിച്ചിട്ട് അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കണം, ഇവിടെയൊക്കെ വൃത്തിയാക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്കിത് കംപ്ലീറ്റ്ലി ചെയ്യാം, ഒരു ദിവസം കൊണ്ട് ചെയ്യാം. അപ്പം അരുൺ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി റോങ് ആണ്. ദീപകിന്റെ ഭാഗത്താണ് ഇതിനകത്ത് ന്യായമുള്ള ഈ സാധനത്തിനകത്ത്. പിന്നീട് ടീമുകൾ തിരിക്കുന്നു. വെസൽ ടീമിലേക്ക് സത്യ, അൻഷിത, മുത്തു, റയാൻ, അരുൺ. സത്യ ക്യാപ്റ്റനാണ്, സത്യ അതിന്റെ മേൽനോട്ടം. ഹൗസ് ക്ലീനിങ്ങിലേക്ക് പവിത്ര, സൗന്ദര്യ, തർഷിക, വിശാൽ. പവിത്രയും അത് ആരാണ് മേൽനോട്ടം എന്ന് പറയുന്നില്ല. കിച്ചണിലെ ജെഫ്രി, റാണവ്, ദീപക്, ജാക്ലിൻ, മഞ്ജരി. ജാക്ലിനാണ് മേൽനോട്ടം. ബാത്റൂമിൽ വിശാലാണ് ബാത്റൂമിൻ്റെ വരുന്നത്. പിന്നെ എല്ലാവരും കൂടി ഹൗസ് ക്ലീനിങ് ഉള്ള എല്ലാവരും കൂടി ബാത്റൂം ചെയ്യാമെന്ന് പറയുന്നു. ഇതിനകത്ത് സർജന്റ് വിശാലും സ്റ്റോർ റൂം ഇൻചാർജ് സൗന്ദര്യയാണ്. അപ്പോൾ ദീപക് പറയാണ് വീക്കെൻഡിൽ പല രീതിയിൽ ഇത് പോർട്രേറ്റ് ചെയ്യുമാനും നീ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പല രീതിയിൽ പോർട്രേറ്റ് ചെയ്യും. നീ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ അതിനെ വേർതിരിച്ച് കണ്ടു, ഇതിനെ വേർതിരിച്ചു കണ്ടു, അങ്ങനെ ഒരു സംഭവമേ ഞാൻ പറഞ്ഞിട്ടില്ല, നീ അങ്ങനെ ആക്കാൻ ശ്രമിക്കരുത്. വീണ്ടും വഴക്കുടങ്ങും. അപ്പോൾ ആരും പറയുന്നത് കുക്കിങ്ങിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നമുള്ളത്, കുക്കിങ്ങിൽ മാത്രമാണ് ഇവിടെ ഭയങ്കര പ്രശ്നം, ബാക്കിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രശ്നവും ഇല്ലേ. അപ്പം ജാക്കൽ എന്താണ് ദീപക് എന്താണ് ആരോട് നിങ്ങൾ എന്ത് കാര്യമാണ് പറഞ്ഞിരുന്നത്, നിങ്ങൾ ദീപക്കും ആരോടും കൂടി ഒന്ന് അങ്ങോട്ട് പറയുന്നു, രണ്ടിങ്ങോട്ട് പറയുന്നു, ഡിബേറ്റ് പോലെ ആവുന്നു. അപ്പോഴത്തേക്കും തർഷിക ഓടി വരുന്നു, മുട്ട എടുക്കുന്നു. ഞാൻ ഈ മുട്ട എടുക്കുകയാണ്. അപ്പം ക്യാപ്റ്റൻ ഒരു കൺട്രോളിങ് പവർ ഉണ്ട്. ഇവിടെ ഓരോ നമ്മൾ ഡിസ്കഷനായിട്ട് തുടങ്ങി, ഡിബേറ്റ് ആയിട്ട് തുടങ്ങി. ഓക്കെ, ഇതൊരു നിസ്സാര കാര്യമാണ്, ഇതിനകത്ത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ക്യാപ്റ്റൻ പഠിച്ചിരിക്കണം. അപ്പോൾ ക്യാപ്റ്റൻ അത് അറിയില്ല. അപ്പോൾ ഞാൻ ഈ മുട്ട എടുക്കുമ്പോൾ നെക്സ്റ്റ് ടൈം മുതൽ എങ്കിലും ഇനി മുതൽ ക്യാപ്റ്റൻ നിങ്ങളെ കൺട്രോൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞാൽ മുട്ട എടുക്കുകയാണ്. അപ്പോൾ രഞ്ജിത്ത് ശരിയാണ്, തർഷിക എടുത്തതിന് കാരണമുണ്ട്, ഇതൊരു പാഠമായിട്ട് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തർഷിക മുട്ട എടുക്കുന്നു. അങ്ങനെ ദീപകിൻ്റെ ഒരു മുട്ട തെറിക്കുന്നു. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. ഇതും കൂടെ തെറിച്ച് കഴിഞ്ഞാൽ ദീപകിൻ്റെ ക്യാപ്റ്റൻ പവർ പോവും. ഓക്കെ,
അപ്പോഴത്തേക്കും മുത്ത് പറയാൻ തർഷിക മുട്ട എടുത്തതിൽ കാര്യമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അരുൺ പറയാണ് ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം, ഒരു പക്ഷേ സാറ് പറഞ്ഞത് ദീപകണ്ണ പറഞ്ഞത് ശരിയായിരിക്കും. ഓക്കെ, എന്തായാലും ആ ടോപ്പിക്ക് കഴിഞ്ഞു എന്ന് അരുൺ തന്നെ പറയണം. അപ്പോൾ രഞ്ജിത്ത് പറയണം ഞാനൊരു റൈഡർ അല്ല, നിങ്ങളെല്ലാവരും മേച്ചോണ്ട് പോകാൻ ഞാനൊരു റൈഡർ അല്ല, 16 പേർക്ക് വേണ്ടി നിൽക്കുന്ന 15 പേർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 15 പേരും ആവാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ 2-3 മാസ് ഡയലോഗ് രഞ്ജിത്ത് അടിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം കഴിയുന്നു. തർഷിക മുട്ട പറിച്ചതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ദീപക് മുഴുങ്ങസിയ പഴം കണക്ക് നിന്നതുകൊണ്ടാണ് തർഷിക മുട്ട പറിച്ചെടുത്തത്. അടുത്ത് അരുണും രഞ്ജിത്തും കൂടെ ഉള്ള ഒരു സംസാരം. ഇതെല്ലാം കഴിയുന്നു. അരുണിന്റെ ഏഷണികൾ തുടരുന്നു. രഞ്ജിത്തിന്റെ പോയി പറയുന്നു എന്തിനാണ് ദീപകണ്ണൻ ഓറിയന്റഡ് ആയിട്ട് പറയുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഒരു ദിവസം സവാള വെട്ടുന്നത് പോലെ തന്നെയാണല്ലോ എല്ലാ ദിവസവും വെട്ടുന്നത്, അതിനകത്ത് എന്ത് സ്കില്ലാണുള്ളത്? ഈ അരുൺ എന്താണ് തലയ്ക്ക് ബുദ്ധിയില്ലേ? സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുന്ന കാര്യം അല്ല പറഞ്ഞത്, കുക്കിംഗ് ഉണ്ടാക്കുന്ന പാചകം, അതാണ്. അപ്പോൾ സവാള വെട്ടുന്ന കേസൊക്കെ അവിടെ എടുത്തിടുന്നു. എന്നിട്ട് എന്തിന് ടോയ്ലറ്റ് അത്യാവശ്യമല്ല എന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എണ്ണ തീർന്നിരിക്കുകയാണ്, കിച്ചണിലെ എണ്ണ തീർന്നിരിക്കുകയാണ്. ബാത്റൂമിലിരിക്കുന്ന തലയിൽ തേക്കുന്ന പാരച്ചൂട്ട് എണ്ണ ഉണ്ടല്ലോ, നമ്മുടെ കുളിക്കുന്ന എണ്ണ, ആ എണ്ണ എടുത്താണ് ഇപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ ജെഫ്രി ചോദിക്കുന്നു. അപ്പം പറഞ്ഞത് ശരിയാണ്. അപ്പം രഞ്ജിത്തിന് ഇതൊരു പുതിയ അനുഭവമാണ്, ജെഫ്രിക്ക് പുതിയ. അപ്പം ദോശപ്പൊടിയൊക്കെ ഉണ്ടാക്കിയത് ആ എണ്ണയിലാണെന്ന് അരുൺ പറയുന്നത് കൊള്ളാം. എണ്ണ തീർന്നിട്ട് ഒരു പാരച്ചൂട്ടൊക്കെ എടുത്താണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അടുത്ത് എന്ത് ചെയ്യുന്നു, ഇതേ സമയം മഞ്ചരി കിച്ചണിൽ നിന്നോ എന്ത് ചെയ്യുന്നു, ഒരു എണ്ണ എടുക്കും, ഒരു കുപ്പിക്ക് അത് കുറച്ച് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നു. ഏത് എണ്ണയാണ്? ഈ പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ്. ഇതേ സമയം അരുൺ പുറത്ത് പറയുന്ന അതേ സമയത്താണ് മഞ്ചരി എണ്ണ എടുക്കുന്നത്. എണ്ണ എടുത്ത് പാചകം ചെയ്യാൻ വേണ്ടി എടുക്കും. മനുഷ്യത പറയണം ഇതെന്ത് എണ്ണയായത് എന്നിങ്ങനെ മഞ്ചരി വയ്ക്കുന്നു. അത് ഒരു എണ്ണയാണ് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞുകൂടെ ഏത് എണ്ണയാണെന്ന് ഇങ്ങനെ അൻഷിത പറയുന്നു. അങ്ങനെ ആ എണ്ണ തന്നെ കറിയിലൊഴിച്ച്, പാരച്ചൂട്ട് തന്നെ കറിയിലൊഴിച്ച് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന മഞ്ചരിയും റാണവും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ദീപക്കും അരുണും കൂടിയുള്ള സംസാരമാണ്. ദീപക് വരുന്നു, എടാ ഞാൻ നിന്നെ പ്രൊവോക്ക് ചെയ്യാനൊന്നും പറഞ്ഞതല്ല, നിനക്കത് മനസ്സിലാവാത്തതാണ്, ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ആയി. അപ്പോൾ ബാക്കിയുള്ള എന്തായാലും ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്നായിട്ട് പഞ്ഞിക്കിരണമായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് എന്ത് ചെയ്യാണ് ഈ ദീപക് പറയുകയാണ്. അപ്പോഴത്തേക്കും അരുൺ പറഞ്ഞു ഓക്കെ ഞാനും അങ്ങനെ ആ സമയത്താണ് കാര്യമാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങ് സോൾവ് ആവുന്നു, മുട്ടനടി സോൾവ് ആവുന്നു. അടുത്ത് തീരുന്നില്ല, മുത്തു ദീപകണ്ണൻ്റെ പറയാണ് അരുൺ ഈ പ്രശ്നം വലുതാക്കിയതാണ്, നിങ്ങൾ പറഞ്ഞതാണ് ദീപകണ്ണ കറക്റ്റ്, പുറത്തത് വേറെ ലെവലിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, സ്കില്ലും ലേബറും എന്താണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ ദീപക് പറയാണ് ഈ വീക്ക് ഇതാണ്, എല്ലാവരും ഓരോ വീക്കും ഓരോ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഓരോ വീക്കിലും എല്ലാ പണികളും ചെയ്തിരിക്കണം. അപ്പം മുത്ത് പറയാണ് ക്ലീനിങ് പുതിയതായിട്ട് വരുന്ന ഒരാളെ കൊണ്ട് പറ്റും, പക്ഷെ കുക്കിംഗ് ചെയ്യാനേ പറ്റത്തില്ല. കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് വേണം. അരുൺ വേണോന്ന് വെച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് പറയുകയാണ്. ഓക്കെ, ആ പ്രശ്നം തീരുന്നു. പവിത്ര തർഷിക മെയിൻ ഇഷ്യൂ എന്താണ്? തർഷികയുടെ ഈ ലവ് സാധനങ്ങളെ കുറിച്ച് പവിത്ര സൂപ്പറായിട്ട് ഹോസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് പവിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തർഷിക വെറുതെ അവിടെ ഇരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം തർഷിക അടുത്ത ആഴ്ച മിക്കവാറും എവിക്റ്റ് ആയിരിക്കും. പവിത്ര പറഞ്ഞു കൊടുക്കാണ് ഞാൻ നിന്റെ ഒരു കാര്യം പറയാൻ പോവാണ് തർഷിക, നിനക്കത് ഇഷ്ടപ്പെടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ തർഷിക വിശാലിൻ്റെ കേസാണോ? അപ്പോൾ പവിത്ര എടി ഞാൻ നിന്നിൽ തുടക്കം മുതൽ കണ്ടിരുന്ന ഒരു തർഷിക ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു തർഷിക. ആ തർഷിക അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. നീ ഇപ്പോൾ ഇവിടെ നിന്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ ഇവിടെ അല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കിച്ചൺ ടീമിൽ അന്ന് വിശാലിന് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ പോയി അവിടെ റവ കുക്ക് ചെയ്യുമായിരുന്നോ? എൻ്റെ പൊന്നെ പൊളി, ഈ സാധനം സെറ്റാണ്. ഞാൻ ഇത്രയും ദിവസം റിവ്യൂവിൽ പറഞ്ഞുകൊണ്ടത് എന്തുകൊണ്ടാണ്? ഇവളുടെ കാമുകൻ വിശാൽ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവളെ പോയി കുക്ക് ചെയ്യുന്നത്. ഈ സാധനം പവിത്ര എന്ന് ചോദിച്ചു. അപ്പോൾ തർഷിക പറയണം അവിടെ ആര് നിന്ന് കഴിഞ്ഞാലും ഞാൻ പോയി ഉണ്ടാക്കിയത്, അത് ഞാൻ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്തോ ആവട്ടെ, നമ്മൾ തമ്മിൽ ലവ് അല്ല, അത് വേറൊരു കാര്യം. നമ്മൾ ഇതിനകത്ത് വെച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് വെച്ചാണ് പറയുന്നത്, അത് ഇതിനകത്തുള്ള സ്ഥലമല്ല. മാത്രമല്ല വിശാലുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എൻ്റെ ഗെയിമിനെ അഫക്റ്റ് ചെയ്യുന്നുമില്ലെന്ന്. പച്ചക്കള്ളം. തർഷികയുടെ ഗെയിം 0 ഇപ്പോൾ ഭയങ്കര ഡൗൺ ആണ്. സൂപ്പർ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സാധനം തർഷിക. അപ്പോൾ പവിത്ര പറയണം ബട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് അങ്ങനെയല്ല, നിങ്ങൾ തമ്മിൽ പ്രേമോ ഇല്ലെന്നോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കാണിക്കുന്ന ആക്ടിവിറ്റീസ് അങ്ങനെയല്ല, ഞാൻ പഴയതുപോലെ അല്ല ഇപ്പം നിന്നെ കാണുന്നത് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും എന്നിട്ട് പവിത്ര പറയണം നീ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പേര് പറഞ്ഞു. നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അല്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല തർഷിക. നീ അവൻ്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് നീ അങ്ങനെ തന്നെയാണ് ഇപ്പം നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നീ അവനെ കെയർ ചെയ്യുന്നുണ്ട്, അവന് വാരി കൊടുക്കുന്നുണ്ട്, അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, എല്ലാം നീ. അപ്പം ഞാൻ അത് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ടടാ. ഒരു കുത്താനൊരു സാഹചര്യം വരട്ടെ, എനിക്കൊരു ഗെയിം കളിക്കാനൊരു സാഹചര്യം വരുമ്പോൾ അപ്പം നിൻ്റെ എതിരായാലും ഞാൻ അവൻ്റെ എതിരായാലും ഞാൻ നിൽക്കുവാടാ. അപ്പോൾ പവിത്ര പറയണം നീ ലിമിറ്റ് കഴിയുമ്പോൾ സ്വന്തമായിട്ട് നീ തന്നെ എവിടെയാണെന്ന് കണ്ടെത്ത്. കറക്റ്റായിട്ട് പവിത്ര കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ തർഷിക പറയണം അവനുമായിട്ടുള്ള ബന്ധം എനിക്ക് ഗെയിമിൽ അഫക്റ്റ് ചെയ്യത്തേ ഇല്ല. ഞാൻ ഇവിടെ കളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ പവിത്ര പറയാണ് ഒന്ന് തെറ്റുണ്ട്,
എൻ്റെ ഇമാജിനേഷൻ അല്ല, അപ്പം ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ നിനക്ക് എങ്ങനെ വേണോ കരുതാം. എൻ്റെ എന്താ പറയുക, എൻ്റെ ഇമാജിനേഷനാണിത്. ഇത് നീ മാറ്റൂ, നിൻ്റെ ഈ സ്വഭാവം മാറ്റൂ എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് ഒരു റൈറ്റ്സും ഇല്ല, ആർക്കും ആ റൈറ്റ്സ് ഇല്ല. ഞാനും നീ ഇവിടെ ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ആരും നമുക്ക് വേണ്ടി നിൽക്കൂല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തർഷിക പറയാണ് ഓക്കെ ശരിയാണ്, ആർക്കും വേണ്ടി നിൽക്കാനുള്ള ഒരു സ്ഥലവും അല്ല ഇത് പവിത്ര, ഇത് എൻ്റെ ജോലിയല്ല, ഞാൻ നിനക്ക് പറഞ്ഞു തരാന്നുള്ള എൻ്റെ ജോലിയല്ല, നിൻ്റെ ഇഷ്ടം, നിനക്ക് ഇഷ്ടമാവാം ഇഷ്ടപ്പെടാതിരിക്കാം, എന്തോ ആവട്ടെ, ബാട്ടോ മേ ബി ഇറ്റ് ഈസ്, ഇത് നിൻ്റെ പ്രോബ്ലമാണ്, എനിക്കിത് തോന്നിയത് കൊണ്ട് ഞാൻ നിന്നോട് പറയണമെന്ന് തോന്നി പറഞ്ഞു എന്നിങ്ങനെ പറയുന്നത്. അടിപൊളി. ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കറക്റ്റായിട്ടാണ് പവിത്ര പറഞ്ഞു കൊടുത്തത്. തർഷികയുടെ ഗെയിമൊക്കെ ഭയങ്കര സീറോ ഡൗൺ ആണ് കേട്ടോ. കാരണം അത്രയ്ക്കും തർഷിക തൊലഞ്ഞു പോയി വിശാലിൻ്റെ കൂടെ കൂടിയിട്ട്. വിശാൽ ഇനി ഫേക്ക് ആണോ എന്ന്, വിശാൽ ഫേക്ക് ആണ്, അത് ഓൾറെഡി കാണിച്ച സാധനമാണ്. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ കണക്ക് തർഷിക ഫുൾ ഒരുമാതിരി. അരുൺ ഇന്ന് തീർന്നു. അരുൺ ഇന്ന് രാവിലത്തെ പരദൂഷണ കേസുണ്ട്. ഇനി അരുൺ ഈ സംഭവം കഴിയുന്നു, വീണ്ടും അരുൺ എന്ത് ചെയ്യുന്നു, മറ്റേ കേസും കൊണ്ട് അടുത്ത ഏഷണിയും കൊണ്ട് നടക്കുന്നു. നേരത്തെ രഞ്ജിത്തിൻ്റെ പറഞ്ഞ ഈ വിഷയം, നമ്മുടെ ഈ പ്രശ്നം നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ലിവിംഗ് റൂമിൽ വെച്ച് നിർത്തിയ സാധനം വീണ്ടും വന്ന് രഞ്ജിത്തിൻ്റെ ഏഷണി പറഞ്ഞു. അടുത്ത് അൻഷിതയുടെ അടുത്ത് പറയുകയാണ് ലേബറും ഈ പറയുന്ന പോലെ എന്താണ് സ്കില്ലും തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണത് ലേബർ ആവുന്നത്? ജെഫ്രി വന്നിട്ട് ബാത്റൂമിൽ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ബാത്റൂമിൽ വന്ന് ഇതെല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് ലേബർ ആണോ? ഇപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ സവാള കേസ് വീണ്ടും എടുത്തിരുന്നു. സവാള എങ്ങനെയല്ലേ നമ്മൾ ഡെയിലി കട്ട് ചെയ്യുന്നത്? അപ്പോഴത്തെ അൻഷിത അങ്ങനെ അല്ല, ദീപക്കണ്ണൻ അങ്ങനെ അല്ല പറഞ്ഞത്, നിങ്ങൾക്കത് കറക്റ്റായിട്ട് എന്താ പറയുക തോന്നിയതാണ്. അപ്പോൾ അരുൺ പറയാണ് അങ്ങനെ ആ വേർഡ്സ് പറയരുത്, അങ്ങനെ ഒരു വേർഡ്സ് ദീപക്കണ്ണൻ പറയരുത്, ഡിസ്ക്രിമിനേറ്റ് ആവും അത്. എനിക്ക് നാളെ ആ ജോലി ചെയ്യാൻ തോന്നത്തില്ല, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നാളെ ആ ജോലി ചെയ്യാൻ തോന്നത്തില്ല. അത് അരുൺ പറഞ്ഞ പോയിന്റ്. ഈ പോയിന്റ് ലിവിംഗ് റൂമിൽ വെച്ച് അരുൺ പറയണമായിരുന്നു. ഈ സാധനമാണ് ഈ അരുൺ കിടന്ന് ചുറ്റി അരുൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണു എന്ന് വീട്ടുകാർ വീഴ്ത്തുന്നുണ്ട്, നോക്കിക്കോ. പക്ഷേ അരുൺ ഈ സാധനം ലിവിംഗ് റൂമിൽ വെച്ച് പറയണമായിരുന്നു. അവിടുത്തെ ആ ജോലി അടിപൊളിയാണ്, ഈ ജോലി അത്രത്തോളം വാല്യൂ ഇല്ല എന്നൊരു സാധനം ദീപക്കെടുത്ത് വെക്കുമ്പോൾ അരുൺ പറയണമായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടോയ്ലറ്റ് ക്ലീനിങ് വളരെ മോശമായ ഒരു കാര്യമാണ്, കിച്ചണിൽ അടിപൊളിയാണ്, കിച്ചണിലെ സ്കില്ലാണ്, ഇവിടെ ലേബറാണ് എന്ന് പറയുമ്പോൾ ആ ജോലിയെ വില കുറച്ച് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് അത് ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസിയും, ചെയ്യുമ്പോൾ അയ്യോ ഞാനൊരു കുറഞ്ഞ ജോലിയാണോ ചെയ്യുന്നത് എന്നുള്ള തോന്നലും, ചെയ്യാതിരിക്കാനുള്ള മൈൻഡും വരും. ഈ സാധനം അരുൺ എവിടെ പറയണമായിരുന്നു? ലിവിംഗ് റൂമിലിരുന്ന് അപ്പോൾ പറയണമായിരുന്നു. അരുൺ ഇത് ഇപ്പോഴാണ് ഈ സാധനം പറയുന്നത്. അത് ഒരു വേർഡിൽ, ഞാൻ ഈ പറയും പോലെയല്ല, ഒരൊറ്റ വേർഡിലാണ് ഈ സാധനം പറയുന്നത്. അതുകൊണ്ട് തന്നെ അരുൺ ഇന്ന് മലത്തെ അടിച്ച് വീട്ടുകാരെ വീഴ്ത്തിയിടുന്നുണ്ട്. ഓക്കെ, അപ്പം എന്നിട്ട് പറയുന്നു, അരുൺ പറയുന്നു അത് മഞ്ജരി ഞാൻ മാനിപ്പുലേറ്റിംഗ് ആണെന്ന് പറഞ്ഞു, സൗന്ദര്യ ഞാൻ മോക്കിംഗ് ആണെന്ന് പറഞ്ഞു, റെസ്റ്റ് റൂമിനെ അഗ്ലി എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. 2 നാളായിട്ട് ഇവിടെ ചെയ്തിട്ട് ഇപ്പം 2 ദിവസമായിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പറയുമോ? അപ്പോൾ നോമിനേഷനിലുള്ള കാര്യങ്ങളൊക്കെയാണ്, നോമിനേഷനിൽ ഞാൻ സത്യയുടെ പേര് പറയും എന്നുള്ള ഒരു ലെവലിൽ അരുൺ സംസാരിക്കുകയാണ്. ചെയ്തോ പറഞ്ഞോ എന്നിങ്ങനെ അൻഷിതയും പറയുന്നു. ഇവിടെ ആരാണ് മോക്ക് ചെയ്തത്? ഞാൻ മോക്ക് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അൻഷിത പറയുന്നത് നിങ്ങൾക്കിത് സാധനം നല്ല ഹിറ്റ് ആയിട്ടുണ്ട്, അതാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ അരുൺ സൗന്ദര്യ ഞാൻ മോക്കിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റയാൻ അപ്പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. റയാൻ പറയാണ് ആരാണ് മോക്കിംഗ് തുടങ്ങി വെച്ചത്? മോക്കിംഗ് തുടങ്ങി വെച്ചത് നിങ്ങളാണ്. അപ്പോൾ അരുൺ പറയും എനിക്ക് എൻ്റെ തലയ്ക്ക് മൂളയില്ല എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ റയാൻ പറയാണ് അത് ആർഗ്യുമെൻ്റ് ആണ് നിങ്ങളോട് സംസാരിച്ചത്. പിന്നെ അവരുടെ ബോഡി ലാംഗ്വേജ്, ഒരാളുടെ ബോഡി ലാംഗ്വേജ്, അവർ പറയുന്ന ബോഡി ലാംഗ്വേജ് മാറ്റി അതിനെ വേറെ രീതിയിൽ കളിയാക്കി പറയുന്നതിനാണ് മോക്കിംഗ് എന്ന് പറയുന്നതെന്ന് നിങ്ങൾ തന്നെ കഴിഞ്ഞ ആഴ്ച മഞ്ജരിയുടെ കൂടെ അടി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച നിങ്ങളപ്പം ഇങ്ങനെ ഒന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്, ഇപ്പം നിങ്ങളുടെ സ്റ്റാൻഡ് മാറിയോ? മൂളയില്ലെന്ന് പറഞ്ഞത് മോക്കിംഗ് അല്ല. അപ്പോൾ മുത്ത് പറയാണ് നീ പറഞ്ഞത് മാറ്റുന്നുണ്ടോ അരുണേ? നീ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്, ഇപ്പം എന്താ പറഞ്ഞത്? അപ്പോൾ അരുൺ തീർന്നു. കാരണം കഴിഞ്ഞ ആഴ്ച മഞ്ജരിയായിട്ട് ഉടക്ക് കൂടിയപ്പോൾ ഞാൻ പറയുന്ന സാധനത്തിനടുത്ത് കളിയാക്കി മോക്കിംഗ് ആയിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജരി നീ എന്നെ മോക്കിംഗ് ചെയ്യുന്നു എന്ന് മഞ്ജരി അരുണിനോട് പറഞ്ഞപ്പോൾ അരുൺ തിരിച്ച് ഇങ്ങനെ പറയുന്നതാണ് മോക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ഈ സാധനം പറഞ്ഞു കൊടുത്തതാണ്. അതേ അരുൺ തന്നെ ഇന്ന് വേറെ ട്വിസ്റ്റ് ചെയ്ത് അതല്ല മോക്കിംഗ്, ഇതാണ് മോക്കിംഗ് എന്ന് പറഞ്ഞപ്പം മുത്ത് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞതിൽ ഏതാണ് മോക്കിംഗ്? നിനക്ക് സ്റ്റാൻഡില്ലേ? എനിക്ക് വയ്യ കേട്ടോ, ജലദോഷം, അതുകൊണ്ട്. അപ്പോൾ അരുൺ പറയാണ് എന്നോട് മൂളയില്ലേ, ഇവിടെ ഇരി, നിനക്കൊന്നും അറിഞ്ഞുകൂടാ എന്നെല്ലാം പറയുന്നത് എനിക്ക് മോക്കിംഗ് തന്നെയാണ്, അതാണ് മോക്കിംഗ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ മുത്ത് പറയാണ് നീ ഇപ്പം നല്ലപോലെ പ്രൊവോക്ക് ആവുന്നുണ്ട് അരുണേ, കോൺവെർസേഷൻ നീ പ്രൊവോക്കേഷൻ ആവാതെ നീ അത് കുറയ്ക്ക് നിന്റെ കോൺവെർസേഷൻ. അങ്ങനെ ആ ടോപ്പിക് ഒരുവിധം തീരുന്നു. അരുണിൻ്റെ പരദൂഷണങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അരുൺ വീണു, അരുണെ വീഴ്ത്തി വീട്ടുകാർ എല്ലാവർക്കും. ഇപ്പം അരുൺ ഒരു കണ്ണിപ്പൊടിയായി. ഇനി അടുത്ത് നോമിനേഷൻ വരുവാണ്. 10ാമത്തെ ആഴ്ചയിലെ രഞ്ജിത്ത് ക്യാപ്റ്റനാണ്, നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മഞ്ജരി ക്യാപ്റ്റനാണ്. മഞ്ജരി നോമിനേഷൻ ഫ്രീ കാർഡ് വീക്കിലി ടാസ്കിൽ കിട്ടിയുണ്ട്, നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള 13 പേരിൽ നിന്ന് വേണം നോമിനേറ്റ് ചെയ്യാനായിട്ട്. ക്രോസ് നോമിനേഷനാണ് കൺഫ്യൂഷൻ റൂമിൽ വെച്ചിട്ട്. രഞ്ജിത്ത് തർഷികയുടെയും റയാൻ്റെയും പേര്
തർഷിക എക്സ് ക്യാപ്റ്റന് ആയിരുന്നിട്ട് കൂടിയും ക്യാപ്റ്റൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാതെയാണ് ആ കിച്ചണിലൊക്കെ കയറി മെതിച്ചത്. റയാൻ ഗ്രൂപ്പായിട്ട് ഗ്യാങ് ആയിട്ട് സ്നേഹമായിട്ട് മാത്രം നിൽക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ വട്ടപ്പേരുകൾ പറയും, ഇരട്ട പേര് പറയാൻ പറയുകയാണ്. അപ്പോൾ തർഷികയ്ക്ക് പറയുന്നത് സൊൾവൈച്ചി കേരാമി. എനിക്ക് ചിലതിൻ്റെ ഒന്നും അർത്ഥം എനിക്ക് പിടികിട്ടിയിട്ടേ ഇല്ല കേട്ടോ, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സൊൾവൈച്ചി കേരാമി എന്നാണ് തർഷികയെ എന്താ പറയുക ഈ പറയുന്ന രഞ്ജിത്ത് പറയുന്നത്. റയാന പറയുന്നത് എണ്ണയിലോട്ടാത്ത തണ്ണി എന്നാണ് പറയുന്നത്, എണ്ണയിലോടാത്ത തണ്ണി എന്നാണ് റയാന പറയുന്നത്. മഞ്ചരി പോകുന്നു തർഷികയുടെയും വിശാലിൻ്റെയും പേര്. തർഷിക തെറ്റ് എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതെ എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം മറികടക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതിന് അക്സെപ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തർഷികയെ നോ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നു. വിശാൽ സേഫ് പ്ലേ ആണ്, ഇവിടെ ഡബിൾ ടാസ്ക് കളിച്ചപ്പോൾ തന്നെ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ സേഫ് പ്ലേ എന്ന് പറയുന്നു എന്ന് മഞ്ചരി പറയുന്നു. സത്യ പോകുന്നു പവിത്രയുടെയും അരുണിൻ്റെയും പേര്. പവിത്ര സ്ലോ പോയിസൺ ആണ്, സോ പോയിസൺ. അരുൺ ട്വിസ്റ്റർ ആണ്, ട്രബിൾ മേക്കർ ആണ്, അതുകൊണ്ട് അരുൺ ട്വിസ്റ്റർ. ജെഫ്രി പോകുന്നു സൗന്ദര്യയുടെയും റയാൻ്റെയും പേര്. അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. ജെഫ്രിയൊക്കെ ഒരു ടീമായിട്ട് നിന്നിട്ട് പെട്ടെന്ന് തന്നെ സൗന്ദര്യയുടെയും സൗന്ദര്യയുടെയും റയാൻ്റെയും പേര് പറഞ്ഞു, ഗോവ ഗ്യാങ്ങിനകത്തേനുള്ളൊരു പേര് പറഞ്ഞു. അപ്പോൾ ജെഫ്രിൻ്റെ അകത്ത് നിന്ന് 2 ചാൻസ് ആണുള്ളത്. ഒന്നുകിൽ ജെഫ്രിനകത്ത് നിന്ന് കളിക്കുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ ജെഫ്രി എന്താണ് ചെയ്യുന്നത്, ഇന്നലെ വന്നിട്ട് നിങ്ങൾ മാറി നിൽക്കുക അല്ലെങ്കിൽ മാറി കളിക്കണമെന്ന് വിജയ് സേവതി പറഞ്ഞത് മാത്രമല്ലാതെ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ടീമിനകത്തുള്ളവരെ നോമിനേറ്റ് ചെയ്യില്ല എന്നൊരു സാധനം ഇന്നലെ വെളിയിൽ വന്നല്ലോ, പലരും അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ജെഫ്രി അങ്ങനെ പറഞ്ഞതായിരിക്കുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. മനസ്സിലല്ലേ? ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവരുടെ ടീമിനകത്തുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യില്ല എന്നവിടെ ഒരു ആർഗ്യുമെന്റ് വന്നിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കുമോ സൗന്ദര്യയുടെ റയാൻ്റെ പേരെന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പ്രേക്ഷകർക്ക് വരാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു ഗെയിം എനിക്ക് തോന്നി. കാരണം കഴിഞ്ഞ ആഴ്ച സാച്ചനെയും റാണവിനെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പോലും ഈ പറഞ്ഞ ഗോവ ഗ്യാങ്ങിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഇന്ന് ജെഫ്രി സൗന്ദര്യയുടെ പേര് പറഞ്ഞിട്ട് സൗന്ദര്യ ഇവിടെ ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് എന്താ പറയുക ഇൻസൈ റാണി എന്നാണ് സൗന്ദര്യ പറയുന്നത്. റയാന പറയുന്നത് വയൽക്കാടായിട്ട് വന്നിട്ട് ഞാൻ ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അവനെ ഉണ്മൈ രാജ, നേർമയുള്ള രാജാവ് എന്താ പറയുക അങ്ങനെയാണ് പറയുന്നത് അവനെ. അടുത്ത് പവിത്ര പോകുന്നു വിശാലിൻ്റെയും അരുണിൻ്റെയും പേരാണ്. വിശാലിന് റെസ്പോൺസിബിലിറ്റി ഒട്ടുമേ ഇല്ല, ലതാൻഷ് എന്നാണ് ഞാൻ പറയുന്നത്. അരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ ഇവിടെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അരുൺ ഉണ്ടെങ്കിൽ അരുൺ അതിനെ വലുതാക്കി ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത ലെവലിൽ പോയി ഒരു പ്രോബ്ലം മേക്കർ, അതാണ് അരുണിൻ്റെ പേര്. അടുത്ത ദീപക് പോകുന്നു പവിത്രയുടെയും ദർശികയുടെയും പേര്. പവിത്ര ഒന്നിനും എഫോർട്ട് ഇടുന്നില്ല, പിന്നെ എഫിഷ്യൻസി ഇല്ല, അതുകൊണ്ട് സേൽമാൻ കുറവാണവൾ എന്നാണ് പറയുന്നത്, ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ലെവലിലാണ്. അടുത്ത തർഷികയുടെ പേര് പറയുന്നു ജോലി ചെയ്യത്തില്ല, ബാക്കിയുള്ളവരെ ജോലി ചെയ്തോ നോക്കി നടക്കും, സ്വന്തം കാര്യം നോക്കത്തില്ല, ഓവർ കോൺഫിഡൻസ്. അൻഷിത പോകുന്നു ജാക്ലിൻ്റെയും തർഷികയുടെയും പേരാണ്. ജാക്ലിൻ സ്ട്രോങ് ഇൻഡിവിജ്വൽ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, അത് കാണുന്നേയില്ല, അതുകൊണ്ട് ഇപ്പം നടികൈ അഭിനയിക്കുന്നു. തർഷിക ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നാൽ സോൺ ഔട്ടാണ്, അതുകൊണ്ട് സോൺ ഔട്ട് കിളി. വിശാല് പോകുന്നു മുത്തുവിൻ്റെയും റയാൻ്റെയും പേര്. മുത്തു ഡേ ബൈ ഡേ ഗെയിം വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രൂപ്പിൽ നിന്നപ്പോൾ മാത്രമേ കളിക്കുന്നുള്ളൂ, ഗ്രൂപ്പിലെ ഡ്യൂപ്പാണ് മുത്തു. അടുത്ത റയാൻ ഗുഡ് പ്ലേ ആയിരുന്നു, ഇപ്പം ഒന്നുമില്ല, ബെറ്റർ സീൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അടുത്ത റാണവ് പോകുന്നു റയാൻ്റെയും അൻഷിതയുടെയും പേര്. റയാൻ ഗ്രൂപ്പ് പ്ലേ ആണ്, സോ ഗ്രൂപ്പിലെ ഡ്യൂപ്പ്. അടുത്ത അൻഷിത കഷ്ടപ്പെടുന്നുണ്ട്, എന്താ പറയുക ടാസ്ക് ഒക്കെ നടക്കുമ്പോൾ പാവമാണ്, അതുകൊണ്ട് പുലപ്പൂച്ചി എന്ന് വെച്ചാൽ എന്താ മിണ്ടാപ്പൂച്ച, ഒന്നിനും പറ്റത്തില്ല, ഒരു പാവം. അടുത്ത അരുൺ പോകുന്നു ജാക്ലിൻ്റെയും പവിത്രയുടെയും പേര്. ജാക്ലിൻ കളിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടിവെച്ച് ബാക്കിയുള്ളവരുടെ സ്ട്രാറ്റജി തങ്ങളുടെ സ്ട്രാറ്റജി ആയിട്ട് മാറ്റിക്കൊണ്ടാണ് ഇവിടെ കളിക്കുന്ന തന്ത്രവാദിയാണ്. പിന്നെ പവിത്ര നോട്ട് ഓപ്പൺ അപ്പ്, കൂടെ ആരെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ യാത്ര ചെയ്ത് കളിക്കുന്നു, ആമയാണ്. സൗന്ദര്യ അരുണിൻ്റെയും തർഷികയുടെയും പേര്. അരുൺ നല്ലവനായിരിക്കാൻ വേണ്ടി പലരെയും ഫോളോ അപ്പ് ചെയ്ത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, കപടധാരിയാണ്. ആ നല്ലവനായിരിക്കാൻ വേണ്ടി ആ സാധനം പണ്ട് എൻ്റെ ഈ സാധനം പുറത്തു വരരുത് എന്നുള്ള കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത തർഷിക, അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ രക്തം, ബാക്കിയുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അത് തക്കാളി ചട്നി എന്നാണ് അവളുടെ വിചാരം, അവളൊരു വിഷപ്പാമ്പാണ്. മുത്ത് പോകുന്നു അൻഷിതയുടെയും വിശാലിൻ്റെ പേര്. അൻഷിത ഒപ്പീനിയൻ പറയുന്നില്ല, അത് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചേർത്ത് വെച്ചാണ് അത് അവസാനമാണ് പറയുന്നത്. ഇപ്പോൾ ഫേക്കായിട്ട് സേഫായിട്ട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊരു മുഖം മൂടി. വിശാലിൻ്റെ പേര് പറയുന്നു മുത്തു. വിശാലിന് ഇഷ്ടമല്ലെങ്കിൽ പോലും വിശാൽ ഒന്നും തന്നെ പറയാതെ പല രീതിയിൽ ശകുനിയായി വഴക്കുണ്ടാക്കുന്നു. അവരോട് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് അപ്പുറം പറഞ്ഞ് ഇപ്പുറം പറഞ്ഞ് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി കൈകൊട്ടിച്ചിരിക്കുന്ന ശകുനിയാണ് വിശാൽ. റയാൻ പോകുന്നു അൻഷിതയുടെയും സത്യയുടെയും പേര്. അൻഷിത ഇമോഷണലാണ്, സോ തൊട്ടാവാടി. സത്യ ലൈറ്റായിട്ടാണ് ഗെയിം കളിച്ച് പോകുന്നത്, സോ ഭയന്തോടി എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേടിത്തോറി, അതാണ്. തർഷിക പോകുന്നു സത്യയുടെയും സൗന്ദര്യയുടെയും പേര്. സത്യ
10th വീക്കായിട്ടും വിസിബിലിറ്റി കുറവാണ്. അതുകൊണ്ട് മിക്സർ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ നമുക്ക്. എല്ലാം എവിടേക്കോ കലങ്ങി കിടക്കുന്നു. സൗന്ദര്യ ഗെയിം പ്ലേ സ്ലോ ആയിട്ട് വരികയാണ്. ബുസ്വാനം, അതിൻ്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല. അടുത്ത് ജാക്കിലിൻ പോകുന്നു. അരുണിൻ്റെയും അൻഷിതയുടെയും പേര്. അരുൺ ടാർഗറ്റ് ചെയ്ത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ കാര്യക്കാരനാണ് അരുൺ. അൻഷിത നല്ലവളായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പലയിടത്തും കൂടെ നിന്ന് നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ച ഓന്തെന്നേ അൻഷിതയെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. നെഞ്ച് പിടിക്കുന്നു എനിക്ക്. അങ്ങനെ തർഷികയ്ക്ക് ടോട്ടൽ 5 വോട്ട്സ്. വോട്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ പറയുന്നത്. റയാന് 4 വോട്ട്, വിശാലിന് 3 വോട്ട്, പവിത്രയ്ക്ക് 3 വോട്ട്, അരുണിന് 4 വോട്ട്, സൗന്ദര്യയ്ക്ക് 2 വോട്ട്, ജാക്ലിന് 2 വോട്ട്, മുത്തുവിന് 1 വോട്ട്, അൻഷിതയ്ക്ക് 4 വോട്ട്, സത്യയ്ക്ക് 2 വോട്ട്. ഇങ്ങനെയാണ് വരുന്നത്. മുത്തുവിന് മാത്രമാണ് 1 വോട്ട് കിട്ടുന്നത്. ബാക്കി എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഓഫ് 2 വോട്ടെങ്കിലും കിട്ടുന്നുണ്ട് പേര് പറയുന്നതിൽ. ആരും പേരുകൾ പറയാത്തത്, ജെഫ്രിയുടെ പേര് ആരും പറയുന്നില്ല, ദീപകിൻ്റെ പേര് ആരും പറയുന്നില്ല, റാണവിൻ്റെ പേരും ആരും പറയുന്നില്ല. പിന്നെ മഞ്ജരയുടെയും രഞ്ജിത്തിൻ്റെയും പേര് പറയാനും പറ്റില്ല. മുത്തുവിന് ഒരൊറ്റ വോട്ടേ കിട്ടുന്നുള്ളൂ. അങ്ങനെ 10ാമത്തെ ആഴ്ചയിലെ നോമിനേഷനിലേക്ക്, എവിക്ഷൻ പ്രോസസ്സിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നോമിനേഷൻ ലിസ്റ്റ്: തർഷിക, റയാൻ, വിശാൽ, പവിത്ര, അരുൺ, സൗന്ദര്യ, ജാക്ലിൻ, സത്യ, അൻഷിത. അങ്ങനെ ടോട്ടൽ 9 പേരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത്. ഇതിനകത്ത് 4 ഗേൾസും 5 ബോയ്സും. തർഷിക, പവിത്ര, സൗന്ദര്യ, ജാക്ലിൻ, അൻഷിത. 5 ഗേൾസും 4 ബോയ്സ്. 5 ഗേൾസും 4 ബോയ്സുമാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം വോട്ടുകൾ എനിക്ക് ആരായിരിക്കും ചെയ്തിരിക്കുക, ആ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് റയാൻ മുത്തുവിൻ്റെ പറയുകയാണ്, എടാ നീ ഇവിടെ ഒന്നും പണ്ടത്തെ പോലെ ചെയ്യുന്നില്ലടാ. അപ്പോൾ പിന്നെ അരുണിൻ്റെ ടോപ്പിക്കിലേക്ക് വരുന്നു. അരുൺ ഇവിടെ നടത്തുന്ന നാടകങ്ങളുടെ ടോപ്പിക്കുകളിലേക്ക്. അപ്പോൾ റയാൻ പറയാണ്, 2 പേര് സംസാരിച്ച് അതിനിടയിൽ കയറി പറഞ്ഞ് അവസാനം പ്രശ്നം ഉണ്ടാക്കിയിട്ട് അരുൺ ഇപ്പോൾ സ്വന്തമായിട്ട് ന്യായീകരിച്ച് നടക്കുവാണ്. അപ്പോൾ അരുൺ തർഷികയുടെ ഇതേ സമയം പറയണടി, നമ്മൾ പോണ സെറ്റിൽ അടിച്ചിട്ട് വീഴ്ത്തി വേണം ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര ദിവസം നിൽക്കുന്നു എന്നല്ല, നമ്മൾ എന്ത് കളിച്ചു എന്നതിലാണ് കാര്യം എന്നൊക്കെ പറയുന്നു അരുൺ. അതൊക്കെ ശരിയാണ്. കുറച്ച് കഴിയുന്നത് സൗന്ദര്യ, റയാൻ, മുത്തു, ജെഫ്രി എല്ലാവരും ഇരിക്കുന്നു. ജെഫ്രി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സൗന്ദര്യ പറയണം, അവൻ അക്സെപ്റ്റൻസ് തീരെയില്ല എന്ന് പറയണം അരുണിനെ കുറിച്ച്. അപ്പോൾ മുത്ത് പറയാണ്, അവൻ ഓരോന്നിൻ്റെയും കാരണം ഇങ്ങനെ ചിന്തിച്ച് എന്ത് കാരണം ഉണ്ടാക്കി വഴക്കിട എന്ന് ചിന്തിച്ചാണ് കളിക്കുന്നത്. അപ്പം റയാൻ പറയുന്നു, അരുൺ പറഞ്ഞത് മോക്കിംഗ് ആണ്, സൗന്ദര്യ ചെയ്തത് സൗന്ദര്യ നീ സൂക്ഷിച്ചോ, അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്നുള്ളൊരു ലെവലിൽ പറയണം. അപ്പം റയാന് ഡബിൾ സ്റ്റാൻഡ് അല്ലേ, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. പിന്നീട് മുത്ത് പറയാണ്, അവനിവിടെ ആർഗ്യുമെൻറ്റിനെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അതിനുശേഷം കണ്ടസ്റ്റൻസിന് ബാഡ്ജസ് വരുന്നു. ഈ ഒരാഴ്ച ഫുൾ ഇവർ ധരിച്ചോണ്ട് നടക്കണം. നോമിനേറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് മാത്രമേ ബാഡ്ജസ് വരുന്നുള്ളൂ. ഇതിനകത്താണ് ബിഗ് ബോസ് കളിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തർഷികയ്ക്ക് ഒരാൾക്ക് 2 പേരുകളുള്ള ബാഡ്ജ് വരണം. ഇവരെ ഈ നോമിനേറ്റ് ചെയ്തപ്പോൾ വട്ടപ്പേര് വിളിച്ചില്ല, ആ വട്ടപ്പേരുകൾ ബാഡ്ജായിട്ട് വരുന്നു. ആ ബാഡ്ജ് ഇവരോട് കുത്തിവെക്കണം. അപ്പോൾ 2 പേര് മാത്രമേ ബാഡ്ജിൽ ഉള്ളൂ. നോമിനേറ്റ് ചെയ്യുമ്പോൾ തർഷികയ്ക്ക് 5 വോട്ട് കിട്ടി. അപ്പോൾ 5 വട്ടപ്പേര് കിട്ടിയിരിക്കുന്നു. അപ്പോൾ 5 വട്ടപ്പേരും എന്തുകൊണ്ട് ബിഗ് ബോസ് കൊടുത്തില്ല? ബിഗ് ബോസിന് ഇഷ്ടമുള്ള 2 വട്ടപ്പേരുകൾ മാത്രമേ കൊടുത്തുള്ളൂ. മനസ്സിലായി? അതാണ് ഞാൻ ബിഗ് ബോസ് കളിച്ചു. ബിഗ് ബോസിന് അതിനകത്ത് ഏത് രണ്ട് പേരുകളോ ബിഗ് ബോസ് കൊടുത്താൽ, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് എത്ര നോമിനേഷൻ കിട്ടി ആ നോമിനേഷൻ എല്ലാം ഇങ്ങനെ എഴുതി ആ ഒരു ബാഡ്ജായിട്ട് കൊടുക്കുകയാണ്. അത് കൊടുത്തില്ല. 2 എണ്ണം മാത്രം, എല്ലാവർക്കും 2 എണ്ണം മാത്രമാണ് കൊടുത്തത്. 4 വോട്ട് കിട്ടിയവർക്കും 5 വോട്ട് കിട്ടിയവർക്കൊക്കെ അത്രയും കളിയാക്കുന്ന പേരുകൾ കിട്ടിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ 2 എണ്ണം വെച്ചാൽ കൊടുത്തത്. അപ്പോൾ അത് ബിഗ് ബോസ് സ്വന്തമായിട്ട് തീരുമാനിച്ചാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു പാർഷ്യാലിറ്റി കുറവല്ല. സൗന്ദര്യയ്ക്ക് വന്നത് ഇൻസൈ റാണി, ബുസ്വാനം. സൗന്ദര്യയ്ക്ക് ടോട്ടൽ 2 വോട്ടാണ്. ആ 2 സ്ഥാനം തന്നെ വരികയും ചെയ്തു. സത്യയ്ക്ക് പേടിച്ചോടി, മിക്ചർ, അങ്ങനെ 2 എണ്ണമാണ്. സത്യയും 2 വോട്ടിൻ്റെ ആ സാധനം കിട്ടി. ജാക്ലിന് കിട്ടിയത് 2 വോട്ടാണ്. തന്ത്രവാദി, നടിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിച്ച് തിമിർക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ജാക്ലിനും 2 വോട്ടായിരുന്നു, ആ സാധനം കിട്ടുന്നു. അടുത്ത് തർഷികയ്ക്ക് 5 വോട്ടായിരുന്നു. പക്ഷെ തർഷികയ്ക്ക് വരുന്ന സാധനം വിഷപ്പാമ്പും സോൺ ഔട്ട് കിളിയാണ് വരുന്നത്. വിഷപ്പാമ്പും സോൺ ഔട്ട് കിളിയും. സോൺ ഔട്ട് കിളി മീൻസ് കളിയിൽ നിന്ന് വെളിയിലായി എന്നുള്ളൊരു ലെവലിലാണ്. എങ്ങോട്ടേക്കോ പറന്ന് നടക്കും. അടുത്ത് വിശാലിന് വരുന്നത് ഷകുനിയും സേഫ് പ്ലേയും ആണ്. വിശാലിന് ടോട്ടൽ 3 വോട്ട് കിട്ടുന്നുണ്ട്. അതിനകത്ത് 2 എണ്ണേ ഈ സാധനം വരുന്നുള്ളൂ. അരുണിന് കാര്യവാദിയും ട്വിസ്റ്ററുമാണ് വരുന്നത്. അരുണിന് ടോട്ടൽ 4 വോട്ട് കിട്ടുന്നുണ്ട്. അടുത്ത് അൻഷിതയ്ക്ക് വരുന്നത് പച്ച ഓന്തും മുഖം മൂടിയാണ്. അൻഷിതയ്ക്ക് 4 വോട്ട് കിട്ടുന്നുണ്ട്. പച്ച ഓന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം മാറുന്ന ഒന്നതാണ്. പവിത്രയ്ക്ക് വരുന്നത് പോയിസനും ആമയാണ്. ആകെ 2 വോട്ട്, 3 വോട്ട് പവിത്രയ്ക്കുള്ളിൽ. പവിത്രയ്ക്കും 2 വരുന്നുള്ളൂ. റയാന് വരുന്നത് ഉണ്മൈ രാജ, സത്യസന്ധ, നിഷ്കു.
പിന്നെ വ്യത്യസീൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല. അങ്ങനെ ഇത് ഇത്രയാണ് വരുന്നത്. ഈ 9 പേർക്കുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഈ സാധനങ്ങളൊക്കെ ആരായിരിക്കും എൻ്റെ പേര് പറഞ്ഞത്? ഇവരായിരിക്കും. അപ്പം മുത്ത് പറയാണ് പവിത്ര പോയസണോ? അല്ല. തർഷിക വിഷപ്പാമ്പോ? കൊത്തുവോ? അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ജാക്കിന് പറഞ്ഞു എൻ്റെ തന്ത്രവാദി ഇതൊന്നും ആരായിരിക്കും? മനുഷ്യരെയായിരിക്കും. അപ്പോൾ തർഷികേ അവൾക്ക് തമിഴൊന്നും അറിഞ്ഞുകൂടാ. അതിനുശേഷം ഷോപ്പിംഗ് ടാസ്ക് വരുന്നു. ഇത് കഠിനമുള്ള ടാസ്ക്കാണ്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മുഖം ഉണ്ടാവും. ആ മുഖത്തിന് നമുക്ക് 2 കണ്ണ്, 1 മൂക്ക്, 1 ചുണ്ട്, 2 ചെവി തരും. 2 ചെവി നമുക്ക് തരും. ഇത് നമ്മൾ കറക്റ്റായിട്ട് കണ്ണ് കെട്ടിക്കൊണ്ട് ഈ സാധനങ്ങൾ എടുത്ത് വെച്ച് കറക്റ്റ് ആക്കണം. ഓരോരുത്തർ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ 500 പോയിന്റ് വെച്ചാൽ അത് ഇങ്ങനെ നിന്നല്ല കറക്റ്റ് ആക്കാനുള്ളത്. ഇപ്പോൾ ഒരു വലിയൊരു ബോർഡുണ്ട്. ഈ ബോർഡിൻ്റെ പിറകിൽ വന്ന് നമ്മൾ നിന്നിട്ട് ഈ ബോർഡിൽ 2 പൊത്തുണ്ട്. ഈ പൊത്തിൽ കൂടി നമ്മൾ കൈയിട്ട് ചെവി എടുത്ത് ഇങ്ങനെ വെക്കണം. അതായത് ഇങ്ങനെ നമ്മൾ സാധാരണ ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ 1 കണ്ണ്, 2 കണ്ണ്, വാ, ചെവി കറക്റ്റ് വെക്കണം. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട് എന്ത് ചെയ്യണം? പൊത്തിക്കൂടെ ഇങ്ങനെ കൈയിട്ട് സാധനം എടുത്ത് ഇപ്പോൾ 2 ചെവിയാണെങ്കിൽ ഇങ്ങനെ ചെവി വെക്കണം. അടുത്ത് ചുണ്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ പോവും. അതിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ആ സാധനം കൊടുത്തത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. ഓരോരുത്തർ ശരിയാക്കുന്നതിനും 500 പക്കയായിട്ട് ഒരൊറ്റ മനുഷ്യനും ശരിയാക്കുന്നില്ല. കുറേ വോട്ട് സമ്പാദിച്ച കുട്ടികളെ കണക്കൊക്കെ പല ലെവലിലും ഇങ്ങനെ ഇരിക്കുന്നതും ഒക്കെ പല ലെവലിലും ശരിയാക്കുന്നുണ്ട്. അങ്ങനെ തോക്കുന്നത് മുത്തു, തർഷിക, ദീപക്, സത്യ, സൗന്ദര്യ, പവിത്ര, റാണവ്, അൻഷിത, രഞ്ജിത്ത് ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഒരു വിധം മുഖം ശരിയാക്കുന്നത് മഞ്ജരി, റയാൻ, ജാക്ലിൻ, ജെഫ്രി, വിശാൽ, അരുൺ 6 പേരാണ്. അപ്പോൾ ഓരോരുത്തർക്ക് 500 പോയിന്റ് വെച്ച് 3000 പോയിന്റ്സ് ഇവർക്ക് കിട്ടുന്നു. എല്ലാവരും കറക്റ്റാക്കിയിരുന്നെങ്കിൽ ടോട്ടൽ 7500 പോയിന്റ് കിട്ടിയാണ്. പക്ഷേ ഇത് അസാധ്യമായൊരു സാധനമാണ്. ബിഗ് ബോസ് ഇത് നടക്കരുത് എന്ന് പറഞ്ഞൊരു കൊടുത്ത സാധനം തന്നെയാണ്. 3000 പോയിന്റ്സ് ഇവർക്ക് കിട്ടുന്നുള്ളൂ. 7500 പോയിന്റ്സ് കിട്ടുന്നതിന് പകരം അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവർക്ക് ഷോപ്പിംഗ് ടാസ്ക് വരുന്നു. പ്ലാസ്മ TV തന്നെയാണ്. ഇവർ 3225 പോയിന്റിന് പർച്ചേസ് ചെയ്യുന്നു. 3000 പോയിന്റ് കിട്ടുകയാണെങ്കിൽ 3225 പർച്ചേസ് ചെയ്യുന്നു. കാരണം 3000-ന് 250 പോയിന്റുകൾ മുകളിലായി കഴിഞ്ഞാൽ ഇവരുടെ പോയിന്റുകൾ മൊത്തം നഷ്ടമാവും. അങ്ങനെയാണല്ലോ പണ്ട് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ 3225 പർച്ചേസ് ചെയ്യുന്നതിന് ഇപ്പോൾ എന്താവുമോ എന്തോ. കാരണം ഇൻഡിവിജ്വൽ ആയതിനു ശേഷം ഇങ്ങനെ അവർ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇൻഡിവിജ്വൽ കളി ആയതിനു ശേഷം വീട് ഒന്നാക്കിയതിനു ശേഷം ഒരുമിച്ച് അവർ ഒറ്റ സാധനം ചെയ്തിട്ടില്ല. ഒരുമിച്ച് ചെയ്തപ്പോൾ ഇതിന് വെളിയിൽ പോയിട്ടില്ല. എമൗണ്ട് പുറത്ത് പോയിട്ടില്ല. പക്ഷെ ഇത്തവണ എമൗണ്ട് പുറത്ത് പോയത് കൊണ്ട് ഇനി എന്താകും എന്നൊരു പിടിയുമില്ല. നമുക്ക് നോക്കാം. ഇത്രയാണ് ഇന്നത്തെ ഉള്ളത്. അതിനുശേഷം അൻഷിതയാണ് ഈ ടാസ്കൊക്കെ വായിക്കുന്നത്. തമിഴ് ടാസ്കൊക്കെ നമ്മുടെ ജെഫ്രി പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇനി നമുക്ക് നാളെ നോക്കാം. വീക്കിലി ടാസ്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബോസും അടിമകളും അതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ റിവ്യൂവിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.